നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണെന്ന്. എന്താണ് വിശേഷം എന്ന് വെച്ചാൽ ഇന്നാണ് ചീമയുടെ 5-ാം മാസം ചടങ്ങ്. അപ്പോൾ നമുക്കിവിടെ വീട്ടിൽ പ്രത്യേകിച്ച് ചടങ്ങ് കാര്യങ്ങളൊന്നുമില്ല. അവളുടെ വീട്ടിലാണ് ചടങ്ങ്. അവിടെ എന്തോ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പിന്നെ അങ്ങനത്തെ ചടങ്ങുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് 5 കൂട്ടം പലഹാരങ്ങളും കൊണ്ട് നമ്മുടെ വീട്ടിൽ വരും. അച്ചപ്പം, മുറുക്ക്, നെയ്യപ്പം, അങ്ങനെ ഏതാണ്ട് സാധനങ്ങളും കൊണ്ട് പക്ക അവിടെ ഒക്കെ കൊണ്ടുവരും കേട്ടോ. 11 മണിയൊക്കെ ആകുമ്പോൾ അവരെത്തുമെന്ന് പറഞ്ഞു. അവിടെ അവർക്ക് ഭർത്താവിനും ഭാര്യയ്ക്കും ഇരുത്തി ഇതെല്ലാം കൊടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതാണ് 5-ാം മാസം ചടങ്ങ്. അപ്പോൾ നമ്മളിവിടെ വരുന്നവർ 10-15 പേര് വരും. അവർക്ക് നമ്മൾ സദ്യ കൊടുക്കും. പിന്നെ നമുക്ക് അടുത്തറിയാവുന്ന കുറച്ച് പേര് നമ്മുടെ ബന്ധുക്കളെയും ഒക്കെ വിളിക്കും. ഇതിനോടൊപ്പം ഒരു ഊണൊക്കെ കഴിച്ച് പിരിയാം. നമ്മുടെ സന്തോഷം അവരെ കൂടെ അറിയിക്കും. അതാണ് 5-ാം മാസം ചടങ്ങ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ പൂ പറിക്കുന്നത് അവിടെ താഴെ ഉരുളിയിരിപ്പുണ്ട്, അതിൽ ഇടാനായിട്ടാണ് കേട്ടോ. ഇത് അമ്മയുടെ തോട്ടത്തിൽ അമ്മ കമ്പ് കൊണ്ടുവരും. ഇതിനെല്ലാം വെള്ളം ഒഴിച്ച് ഇങ്ങനെ ആക്കുന്നത് അച്ഛനാണ് കേട്ടോ. അമ്മയ്ക്ക് വേണ്ട ക്രെഡിറ്റ്. വെള്ളപ്പൂ തീർന്നോ? വെള്ളം. അപ്പോൾ എല്ലാവരുമൊക്കെ എത്തും. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ദീപ ചേച്ചിയും കള്ളിക്കാട് അമ്മയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എന്തോ തിരക്ക്, വരാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കല്യാണമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ വിശേഷം മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ. സച്ചിൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് സച്ചിനും പറഞ്ഞു എല്ലാവർക്കും വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല, എടുക്കല്ലേ ശ്രീകുട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ വിശേഷം, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കാണിക്കാം. അവർ വരുന്നത് വരെയുള്ള വീഡിയോ എടുത്തിട്ട് കുറച്ച് പേര് അവരുടെ വീട്ടിൽ നിന്ന് 10-15 പേര് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരുന്ന വീഡിയോസ് നമ്മൾ കാണിക്കില്ല കേട്ടോ. നമ്മുടെ ബാക്കി വിശേഷങ്ങളെല്ലാം കാണിക്കാം. എന്തൊക്കെ പലഹാരം കൊണ്ടുവന്നു എല്ലാം കാണിക്കാം കേട്ടോ. ചീമയും സച്ചിനും വരില്ല, അവർക്ക് വന്നുകൂടാ, അങ്ങനെ എന്തോ ആണ്. പൂ കഴിഞ്ഞല്ലേ, ചിലത് വാടി എൻ്റെ ഇടയിൽ നിൽക്കുന്ന പടക്കാൻ പറ്റുന്നില്ല. ഇവിടെ 1-2 വെള്ളപ്പൂ, ചുമന്ന പൂവൊക്കെ നിറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ വെള്ള കൃഷിയായിരുന്നു. വെള്ളം പക്ഷെ രസമുണ്ട് കേട്ടോ, മണമൊന്നുമില്ല. അപ്പോൾ താഴെ അച്ഛനും അമ്മയും ഒക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി. ഉച്ചയ്ക്ക് ഊണ് കാറ്ററിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേശയും സാധനങ്ങളും അവിടെ കഴുകലും വൃത്തിയാക്കലും രാവിലെ 4 മണിക്ക് 2 പേരും കൂടി തുടങ്ങിയതാണ് കേട്ടോ. അത് യെല്ലോ ആണ് കേട്ടോ. യെല്ലോയും ഉണ്ട്, വൈറ്റും ഉണ്ട്. വേദയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും മുകളിലോട്ടൊക്കെ കയറി പരിചയമില്ലാത്തവരാണെങ്കിൽ ഈ സൈഡ് വഴി ഇറങ്ങി വരെ ഒരു വരക്കമാണ് വരണത്. എത്രയും പൂ കിട്ടി, പക്ഷെ ചുമന്നതൊന്നുമില്ല. നടാട് ഇടല്ലേ? വേദ റെഡി ആയില്ലല്ലോ. ഡ്രസ്സ് മാത്രമേ ഇട്ടുള്ളൂ. അത് സ്മോൾ സൈസാടാ. കണ്ടില്ല. ഇതുപോലെയൊക്കെ ആഘോഷം വരുമ്പോൾ എന്ത് രസമാണെന്നറിയോ? സത്യം പറഞ്ഞാൽ എല്ലാം ചീമയുടെ കാര്യങ്ങളാണ് നമ്മളിതുപോലെ ആഘോഷിച്ചിട്ടുള്ളത്. കല്യാണം ആയാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം ചീമയുടെ കാര്യം തന്നെയാണ്. അതൊരു ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ളതാണ്. നമ്മുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് പിന്നെ ഇങ്ങനൊരു സെലിബ്രേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചീമയുടെ കല്യാണമാണെങ്കിലും അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാതായപ്പോൾ കേട്ടോ. എല്ലാം ഇവിടെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ കുറച്ച് പേര് അവിടെ നിന്ന് വരും. അപ്പോൾ അവർക്ക് ഊണ് കൊടുക്കാനായിട്ട് നമ്മളിവിടെ കാർ പോർച്ചിലൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. ചിമ്മയുടെ കല്യാണത്തിനും നമുക്ക് തലേ ദിവസം അങ്ങനെ പാർട്ടി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാർട്ടി ഇല്ലയെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ പേര് നമുക്ക് റിലേറ്റീവ്സും ഇതുപോലെ നെയ്ബേഴ്സും ഒക്കെ വരുമല്ലോ. അപ്പോൾ നമ്മളിവിടെയാണ് അത് അറേഞ്ച് ചെയ്തത് കേട്ടോ. ഇതുപോലെയാണ് അറേഞ്ച് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് വിരുന്നൂണിന് വന്നപ്പോഴും കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മളിവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ കുറച്ച് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. അതാണൊരു ബുദ്ധിമുട്ട്. നമുക്ക് ഈ സ്ഥലം കുറവുള്ള വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള പാർട്ടികൾ വരുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. വേദ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ സുഡിയോന്ന് എടുത്ത ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്തതാണേ. രണ്ടുപേരും കൂടെ അടി കൂടണം നോക്ക്. പക്ഷേ മിണ്ടാരി ഇങ്ങോട്ട് നോക്ക്. പക്ഷേ അത്ര പോരാ വേദയ്ക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട്. ആ സ്ലീവ് ഊരി പോണം. ചുണ്ടിലും കവിളിലും ഒക്കെ എന്തോടാ? റൂഷ്, ലിപ്സ്റ്റിക്ക്, മൂക്കില്. സാരി ഉടുക്കുന്നില്ലേ മാഡം? തളർന്നു പോയേട്ടാ. 4 മണി തൊട്ട് ഞാൻ പറഞ്ഞു രാവിലെ നമുക്ക് ഇഡ്ഡലി സാമ്പാറും വാങ്ങിക്കാം എടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഇഡ്ഡലി സാമ്പാറും തിന്നാൽ മതി എല്ലാവരും.
കൊള്ളാമോ ഇഡ്ലി? എൻ്റെ കുപ്പി വിള ഇന്നലെ കവർ വാങ്ങിയില്ലേ, അത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വരുന്നവർക്ക് ഗിഫ്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ കൊടുത്തു വിടുമല്ലോ പലഹാരങ്ങൾ, അതിന് വേണ്ടിയിട്ടാണ് സിത്ത് കവർ വാങ്ങിയത്. ഞാൻ ആക്ച്വലി ബോക്സ് വാങ്ങാനായിട്ടിരുന്നതാണ്, പക്ഷെ ബോക്സ് അവിടെ കിട്ടിയില്ല. കിട്ടാത്തത് കൊണ്ട് മുറുക്ക് അതിനകത്ത് ഇരിക്കില്ല, അതുകൊണ്ടാണ് പിന്നെ കവർ വാങ്ങാമെന്ന് കരുതി. അല്ലെങ്കിൽ മുറിച്ച് കൊടുക്കണം മുറുക്ക്. സാമ്പാർ, ഇഡ്ഡലി സാമ്പാർ കഴിക്കാൻ ആരും ഇല്ലേ? ഞാൻ മുഖം നേരെ വൈ, നേരെ എണീറ്റുന്നില്ല, കാണട്ടെ ഡ്രസ്സ് ഫുള്ള് കാണട്ടെ. ഉദ്ദേശിച്ച ഭംഗിയില്ലടാ. എനിക്ക് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സദ്യ അനിയത്തിയുടെ 5th മന്താണ്, പാവം കേട്ടോ. അവർ എനിക്ക് വേണ്ടി ഡയറ്റീഷ്യനെ ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ ഇത് പറയും, ഇതുപോലെ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ പറയാം. അപ്പോൾ അതവർക്കൊരു ബുദ്ധിമുട്ടാണെങ്കിലും പറഞ്ഞു സദ്യ കുറച്ച് ചോറെടുത്തിട്ട് ബാക്കി കറികൾ കൂട്ടി കഴിക്കുക, പായസമൊക്കെ ശകലം കഴിക്കാൻ പറഞ്ഞു. പിന്നെ അപ്പം പ്രോട്ടീൻ കൂടുതൽ രാവിലെയും വൈകിട്ടും സാലഡൊക്കെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ കരുതി മറ്റേ പൊക്കോ ചെറുപയർ ദോശ സാമ്പാറും കഴിക്കാമെന്ന് കരുതി. വേദ നോക്ക്, അല്ല അവിടെ നോക്ക്, ഡാൻസർ വേദ പോയാ? സ്കൂളില് ക്രിസ്മസ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണ, ഒക്ടോബറിലേ തുടങ്ങി ക്രിസ്മസ് ഡാൻസ് പ്രാക്ടീസ്. വേറെ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടാ? ഇനി ഞാൻ പോവൂല. ഓക്കെ, ടാങ്ക് ഇല്ല, ടാങ്ക് വാങ്ങാൻ പോവാണ്. മറന്നുപോയെന്ന് വാങ്ങിക്കാനായിട്ട്. അങ്ങനെ അവർ വരുമ്പോൾ എന്തെങ്കിലും വെള്ളം കൊടുക്കണ്ടേ, അപ്പം തന്നെ സദ്യ കൊടുക്കുമെങ്കിലും വരുമ്പോൾ നമ്മളൊരു ഇത് കൊടുക്കണ്ടേ. ഇവിടെ കാണുന്നത് വേദ് ഇതാ ടാങ്ക് കിടക്കാം, വാ. അതില്ലേ മനുവും വേദുവും. ഓ 2 countries. വെറുതെ അല്ല അവളെ വിളിച്ചിട്ട് അവള് വരാത്തത്. ടാങ്ക് ചെറിയ പാക്കറ്റാണ് കിട്ടിയത്, പിന്നെ 4 പാക്കറ്റ് വാങ്ങി. ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ, അവർ കുറച്ച് പേര്, നമ്മൾ കുറച്ച് പേര്. ഇത് കളിക്കിട്ട് നമുക്ക് ഊണെടുക്കാൻ പോവാം. കാരണം ടാങ്ക് വാങ്ങിയത് ഉടനെ തന്നെ നമ്മളടുത്ത് ലഞ്ച് കഴിക്കും, സദ്യ കഴിക്കില്ല, പിന്നെ ആരും കുടിക്കാനൊന്നുമില്ല. പിന്നെ നമ്മളൊരു മര്യാദ. ഐസ് ക്യൂബ്സ് ഫ്രിഡ്ജിലിരിക്കണം, അത് അവർ വരുമ്പോൾ ഇതിലോട്ടിടാം. വേറെ ആണെങ്കിൽ TV ഇട്ടൊരു ബഹളം തന്നെ. നല്ല കട്ടിക്ക് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി കലക്കി വേറെ പഞ്ചസാര വേണ്ട എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് പഞ്ചസാര ഇടണോ? നോക്ക്, കട്ടിക്കാണ് കലക്കിയത്. കുടിക്കൊന്നുമില്ല എല്ലാരും, വെറുതെ പഞ്ചസാരയും കൂടി ഇട്ട് അവരുണ്ടല്ലേ. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ടാൽ മതി. അപ്പോൾ ടാങ്ക് റെഡി. 9 പോരെ, ഇനി അവരായില്ലെങ്കിൽ ഫുഡ് വാങ്ങിക്കാൻ. നമ്മൾ ഊട്ടുപുരയിൽ ഊണെടുക്കാൻ പോവാട്ടോ, സദ്യ എടുക്കാൻ പോവാണ്. ഊട്ടുപുരയിലാണ് ഞങ്ങളുടെ എന്താവശ്യം വന്നാലും ഞങ്ങൾ ഊട്ടുപുരയിൽ നിന്നാണ് എടുക്കുന്നത്. വീട് പാലുകാച്ച് മുതൽ തുടങ്ങിയ ഒരു ഇതാണ്. അനിയത്തിയുടെ കല്യാണവും അവിടെ ആയിരുന്നു. അവിടുത്തെ സദ്യയൊക്കെ സൂപ്പറാട്ടോ, എല്ലാം നല്ലതാണ്. അപ്പോൾ ഊട്ടുപുരയിലാണ് സദ്യക്ക് കൊടുത്തിരിക്കുന്നത്. 9 മണിയായി. അപ്പോൾ പോയി സദ്യ ഇങ്ങനെ എടുത്തിട്ട് വരാം. അവർ വേണമെങ്കിൽ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. നമുക്കിവിടെ കാറൊക്കെ കിടക്കില്ല, അപ്പോൾ പിന്നെ പോയി എടുത്തിട്ട് കുറച്ചല്ലേ ഉള്ളൂ, പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ പോകാൻ പോവാണ്. ഞാൻ ചെരുപ്പിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് അവിടെ തൊപ്പിയും കുപ്പിയൊന്നും വേണ്ട. കുറച്ച് ഊണ് 40 ഊണിന് എന്താണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനമല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ തന്നെ വിളമ്പുകാരും. ഞാൻ പഴം, ഇല, ചിപ്സ്, ഉപ്പേരി വിളമ്പണത്. അച്ചി വരണാ? 9 മണിയായി, വാ, അവിടെ ആയി കാണും. അന്നി ഒരുങ്ങി ഇറങ്ങി വരുമ്പോൾ 1 മണിക്കൂറാവും. ഫാഷൻ പരേഡിന് പോണത്. ഇനി ബാക്കി വിശേഷം നമുക്ക് വോയിസ് ഓവറിൽ കാണാവേ, കാരണം ഭയങ്കര ബഹളവും സംസാരവും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മ്യൂട്ട് ചെയ്ത് വോയിസ് ഓവർ ചെയ്യാൻ നേരി നേരെ നമ്മൾ ഊട്ടുപുര വന്നു. ഊട്ടുപുര എവിടെയാണെന്ന് ചോദിച്ചാൽ നെട്ടയം
മലമുകൾ പോകുന്ന റോഡ് മണലയെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഊട്ടുപുരയുള്ളത് കേട്ടോ. ഞാൻ ഇവരുടെ ഫോൺ നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കാം. ഇവരുടെ സദ്യ നല്ല കിടിലൻ സദ്യയാണ്. ബാക്കി എല്ലാ ഫുഡുകളും നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട് നെട്ടയം വീട് പാലുകാച്ചിന് തുടങ്ങിയ ഒരു ഇതാണ് ഊട്ടുപുരയെന്ന് ഞങ്ങൾ ഫുഡ് എടുക്കുക എന്നുള്ളത്. എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഞങ്ങൾ കാറ്ററിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ചീമയുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ പാലുകാച്ച്, നമ്മുടെ ചീമയുടെ റിസപ്ഷൻ്റെ അന്ന്, പിന്നെ വെഡ്ഡിങ്ങിന് ഒക്കെ, വെഡ്ഡിങ്ങിൻ്റെ സദ്യയൊക്കെ കിട്ടിലും സദ്യയായിരുന്നു കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ള സദ്യയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ഊട്ടുപുരയാണ് അറേഞ്ച് ചെയ്തത്. അവരുടെ സർവീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമുക്ക് വിളമ്പാനൊന്നും ആൾ വേണ്ടാന്ന് പറഞ്ഞു, വീട്ടിലെത്തിച്ച് വേണമെങ്കിൽ തരും, അതും വേണ്ട നമ്മൾ വന്നെടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇവർക്കൊരു ഫാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാടൻ കോഴിക്കറിയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഫാമിൽ നിന്ന് പിടിച്ചാണ് കേട്ടോ കോഴിക്കറിയൊക്കെ വെച്ച് തരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഒരു 40 ഊണിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവർക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ അടപ്പായസത്തിനാണ് പറഞ്ഞത്. അടയെന്ന് പറഞ്ഞത് കേട്ടത് കടലയായിപ്പോയി. അങ്ങനെ കടല പായസമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അവരപ്പം തന്നെ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, റെഡിയാക്കി തരാം. അപ്പോഴേക്കും നമ്മൾ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, നമുക്ക് ഇന്നിപ്പോൾ ഒരു ദിവസം വെറൈറ്റി ആയിട്ട് കടലപ്പായസം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കടലപ്പായസം തന്നെ ഇങ്ങനെ എടുത്തു കേട്ടോ. അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. കാരണം 9 മണിയെ നമുക്ക് എന്തായാലും സദ്യ കഴിക്കുമ്പോൾ ഒരു 12 മണിയെങ്കിലും ആവുമല്ലോ. അവർക്ക് 1 മണിക്കൂർ സമയം പോലും വേണ്ടാന്ന് തോന്നുന്നു. പെട്ടെന്ന് റെഡിയാക്കി തരാം, വിഷമിക്കേണ്ട, ഇപ്പം തന്നെ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, ഇനിയിപ്പോൾ കടലപ്പായസം നമുക്കായിട്ട് എടുത്തതല്ലേ, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കടലപ്പായസം എടുത്തിട്ടോ. ശരിക്കും നമ്മൾ അടയാണ് പറഞ്ഞത്. ഇതെല്ലാം അവരുടെ സ്റ്റീമറും കാര്യങ്ങളൊക്കെയാണ്. ഇതിലൊക്കെയാണ് അവർ കാറ്ററിംഗ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അനിയത്തിയുടെ കല്യാണത്തിന് തലേ ദിവസം ഇവർ മണ്ഡപത്തിൽ വന്നിട്ടൊക്കെയാണ് കുക്കിംഗ് ചെയ്തത്. ഇത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന സ്റ്റീമറൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നെടുക്കുന്നതും ഈ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള പരിപാടികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് വൈകുന്നേരം അമ്പലത്തിൽ എവിടെയോ എന്തോ ഊണോ സദ്യ എന്തോ ആണ്. അതിന് പച്ചടിയും പരിപ്പ് കറിയും ഒക്കെ റെഡിയാക്കുകയാണ്. അത് അമ്പലത്തിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇന്ന് ഒരുപാട് ഉണ്ടായിരുന്നു. കുറേ പേര് എടുത്തിട്ട് പോയി. കുറച്ച് പേരുടെയൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന എല്ലാം വന്നെടുക്കുന്നവരോ കൊണ്ടു കൊടുക്കാനുള്ളവരോ ഒക്കെയാണ്. ഇന്നത്തെ ഓർഡേഴ്സാണ് അവരിങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഊണിന് ആവശ്യമായിട്ടുള്ള ഊണ്, കറികൾ, വെള്ളം, തിളപ്പിച്ച കരിങ്ങാലി വെള്ളം, പിന്നെ ഗ്ലാസ്, കപ്പ്, ഇല, പിന്നെ ചോറോ എന്തെങ്കിലുമൊക്കെ വിളമ്പാൻ പാത്രം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ തരും, നമ്മൾ ആവശ്യപ്പെട്ടാൽ തരും, ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. തവികൾ, സ്പൂണ് എന്ന് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചോദിച്ചാൽ തരും കേട്ടോ. ഞങ്ങളങ്ങനെ ആവശ്യമുള്ള സ്പൂണുകളും ചോറ് കോരാനൊരു പാത്രവും മാത്രം എടുത്തു. ഇതെല്ലാം കറികളാട്ടോ. അച്ചാറുകൾ, ചമ്മന്തിപ്പൊടി എല്ലാം ഉണ്ടാവും അവരുടെ കറിയിൽ. ഇഞ്ചി, മാങ്ങ, നാരങ്ങ, ചമ്മന്തിപ്പൊടി, അവിയൽ, തോരൻ, പിന്നെ പച്ചടി, തീയൽ, കൂട്ടുകറി, ഇത്രയാണ് തൊടുകറികളായിട്ട് വരുന്നത്. പിന്നെ എല്ലായിടത്തുള്ളതുപോലെ സാമ്പാർ, പുളിശ്ശേരി, രസം, മോര്, പിന്നെ പായസം ഉണ്ടാവും. പായസം നമ്മുടെ നീടനുസരിച്ചാണ്. 1 1, 3 3. നമ്മളിന്ന് ഒരു കൂട്ടം പായസം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൂട്ടം പായസം മാത്രമാണ്. പക്ഷേ അടയാണ് പറഞ്ഞത്, കേട്ടത് കടലയെന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ കടലയെന്ന് നമ്മൾ പിന്നെ ഫുഡ് വേസ്റ്റാക്കി കളയണ്ടല്ലോ. 40 പേർക്കുള്ള കടല പായസം പിന്നെ അതെടുത്തവർ കളയേണ്ടി വരികയാണെങ്കിലോ, അതുകൊണ്ട് വേണ്ട കുഴപ്പമില്ല, നമ്മളെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഇഡ്ഡലി, സാമ്പാർ, സദ്യയൊക്കെ ഞാൻ എടുത്ത് പറയുന്ന 1 2 കാര്യങ്ങളാട്ടോ. അപ്പോൾ ആർക്കെങ്കിലും നല്ലൊരു കാറ്ററിംഗ് സർവീസ് അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഊട്ടുപുരയെ ബന്ധപ്പെടുക. വൺ ഓഫ് ദ ടോപ്പസ്റ്റ് കാറ്ററിംഗ് സർവീസ് ഇൻ ട്രിവാൻഡ്രം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഊട്ടുപുര. അവരുടെ സർവീസ് ആയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം ആയാലും എല്ലാം കണ്ടോ. ഇപ്പോൾ അവർക്കൊരു മിസ്റ്റേക്ക് പറ്റി കടലപ്പായസമാണ് പറഞ്ഞതെങ്കിലും അവർ അപ്പോൾ തന്നെ ചെയ്ത് തരാമെന്ന് പറഞ്ഞില്ലേ, പിന്നെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ നമ്മൾ ഡീൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര നല്ലതാണ്. ഒപ്പം തന്നെ ഫുഡും നല്ല സൂപ്പറാട്ടോ. ആരും മോശം ഒരു അഭിപ്രായം അവരുടെ ഫുഡിനെ പറ്റി പറയത്തില്ല. ഇത്രയും നാൾ നമ്മൾ എടുത്തതിൽ വെച്ച് ആ ഒരു വിശ്വാസത്തിലാണ് എപ്പോഴും എന്ത് വന്നാലും നമ്മളിവിടെ നിന്ന് എടുക്കുന്നത്. കാരണം നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അത് വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല ഫുഡ് എവിടെ കിട്ടുമെന്ന് നോക്കിയിട്ട് അത് തന്നെയാണ് എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും അപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാവരും കഴിച്ചിട്ട് നല്ല ഭക്ഷണം തന്നെയാണ് പറയാറ് കേട്ടോ. എല്ലാവരും പറയും, ഇനി ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. നമുക്ക് കഴിക്കുമ്പോൾ ഊട്ടുപുരയിലെ ഭക്ഷണം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് പായസത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ വന്നിങ്ങനെ നിൽക്കുന്നതാണേ. അതുപോലെ അമ്മയോട് രാവിലെ പറഞ്ഞു,
നമുക്കിവിടെ നിന്ന് കാറ്ററിങ് എടുക്കാം, ഇഡ്ഡലി സാമ്പാർ പറയാമെന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ടാണ് അമ്മ അന്ന് രാവിലെ കുക്ക് ചെയ്തത്. അമ്മയ്ക്ക് കുക്ക് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ വയ്യ കേട്ടോ. അമ്മയ്ക്ക് ഫുൾ റെസ്റ്റ് എടുത്താൽ കാലിന് നല്ല സുഖം കിട്ടും. അപ്പോൾ കുറച്ചൊന്ന് വർക്ക് ചെയ്തപ്പോൾ അമ്മയ്ക്ക് കുറച്ച് കാലിനൊക്കെ ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് നമുക്കിവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. എന്നിട്ട് ഈ അമ്മയുടെ അഹങ്കാരം കേൾക്കണം. ഈ 40 പേർക്ക് അമ്മ സദ്യ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇരുന്നോളാം, ഞാൻ സഹായിക്കാനോ പിടിക്കാനോ ഒന്നും വരില്ല. 40 പേർക്ക് ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ 1-2 പേർക്ക് ഉണ്ടാക്കും പോലെയല്ല 40 പേർക്ക് ഉണ്ടാക്കുന്നത്. ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ വളരെ മോശമാണ്. മര്യാദയ്ക്ക് ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇതിപ്പോൾ കാറ്ററിങ്ങിന് കൊടുത്തത്. അല്ലെങ്കിൽ അമ്മ ആവേശം കയറി ഉണ്ടാക്കാനായിട്ട് നിന്നത്. കുഴപ്പമില്ല, ഞാൻ കുറച്ച് പേർക്കൊക്കെ ഉണ്ടാക്കും. പക്ഷെ പണ്ടായിരുന്നെങ്കിൽ അമ്മ ഉണ്ടാക്കും. ഇപ്പോൾ കാലിന് സുഖമെല്ലാം ഉണ്ടാക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിൽ തന്നെയും എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. അമ്മ നന്നായിട്ട് ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യും. പക്ഷേ ഇത്രയും പേർക്കാവുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ വളരെ മോശമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോൾ അവർ ദിവസവും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം, അളവറിയാം, കണക്കറിയാം, നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് പറഞ്ഞാണ് അമ്മയെ കൊണ്ട് വാങ്ങിപ്പിച്ചത് കേട്ടോ. ഇത് ഊട്ടുപുരയുടെ പരസ്യമൊന്നുമല്ല, നമുക്ക് കിട്ടിയൊരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ചിലരൊക്കെ നല്ലൊരു കാറ്ററിംഗ് സർവീസൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. നമ്മുടെ വീഡിയോസ് കണ്ട് പലർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇത് നമ്മുടെ ഓണറാട്ടോ ഊട്ടുപുരയുടെ. എന്തായാലും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ പേരും പറഞ്ഞ് വിളിക്കുമ്പോൾ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്നൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. അപ്പോഴല്ലേ അവർക്ക് അറിയാൻ പറ്റും, അവളുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ആൾ വിളിച്ചല്ലോ എന്ന് തോന്നുമല്ലോ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പലർക്കും ഉപകാരപ്പെട്ട പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അവരെല്ലാവരും അവിടെ, ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളതാണ്, അവിടെ അതല്ലെങ്കിൽ ആ ഒരു നമ്മൾ പറഞ്ഞ കാര്യം സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ട് വിളിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ വെയിറ്റ് ലോസ് ജേണിയിൽ ഞാൻ എടുക്കുന്ന സെയിം അവരെ വിളിച്ച് ഒരുപാട് പേര് അപ്പോയിൻമെൻറ്റ് എൻ്റെ പേരും പറഞ്ഞെടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പേരും പറഞ്ഞ് ഇതുപോലെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതെടുക്കാൻ, നല്ല ഫുഡ് നിങ്ങളുടെ വീട്ടിലൊരു ഉടനെ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു കാറ്ററിംഗ് സർവീസൊക്കെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ അവരുടെ സദ്യ, ഇഡ്ഡലി സാമ്പാർ, ഇടിയപ്പം, കുറുമ കറി, ഇതൊക്കെ എടുത്ത് പറയേണ്ട കുറച്ച് ഐറ്റംസാണ്. നോൺ വെജ് ആണെങ്കിലും ചിക്കൻ കറിയൊക്കെ നല്ലതാട്ടോ. ചിക്കൻ കറിയൊക്കെ നല്ലതാണ്. പിന്നെ വേറെ അധികമൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല. നമ്മൾ കൂടുതലും സദ്യ, നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള ആവശ്യങ്ങളല്ലേ വരാറുള്ളൂ, സദ്യ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചിലപ്പോൾ ഇതുപോലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഒരുപാട് പേരുണ്ടെങ്കിൽ എടുക്കാറുണ്ട്. പിന്നെ പൊറോട്ടയും ചിക്കനും ഞാൻ പണ്ട് വേദയുടെ ബർത്ത്ഡേ സമയത്തൊക്കെ ഓർഫനേജിലൊക്കെ ഫുഡ് കൊടുക്കുമായിരുന്നു. അത് ഇവിടെ നിന്നായിരുന്നു വാങ്ങി കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോഴൊക്കെ നമുക്കും വാങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചിക്കനും പൊറോട്ടയൊക്കെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടറിയാം. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ അധികം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വലിയ ഇത് പറയാത്തത്. അപ്പോൾ ഇത്രയും നല്ലതായിട്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ മറ്റു സാധനങ്ങളും നല്ലതായിരിക്കും. എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക. അനിയത്തിയുടെ കല്യാണത്തിന് സത്യമായിട്ടും ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള സദ്യയായിരുന്നു കേട്ടോ. കപ്പിലായിരുന്നു നമ്മുടെ മോര്, രസമൊക്കെ അവർ പ്രത്യേകം സെർവ് ചെയ്ത്. അത് നമ്മുടെ ഓരോ ഡിമാൻഡ് അനുസരിച്ച് ചെയ്തു തന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ്, ഉണ്ണിയപ്പം, പരിപ്പ് വട, ഓരോ ഗ്ലാസ്സിലായിരുന്നു മോര്, രസം. അത് ഞാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് കഴിക്കുന്നതിന് മുന്നേ കൊണ്ടുവന്ന് കയ്യിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്ട് ഓരോ സെപ്പറേറ്റ് ഗ്ലാസ്സിൽ മോര്, രസമൊക്കെ വയ്ക്കുക. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് എടുത്ത് ഒഴിച്ചൊക്കെ കുടിക്കാം. നമ്മൾ ചില സ്ഥലത്ത് സദ്യ കഴിച്ച് തീരും മുന്നേ ഓരോന്ന് കൊണ്ടുവരും. അപ്പോൾ എൻ്റെ നീഡ് അനുസരിച്ചായിരുന്നു അവിടെ അതെല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം അവർക്ക് അങ്ങനെ ഒരു ചോയ്സും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും സാധനങ്ങൾ കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വെള്ളം ഒഴിക്കുന്ന മഗ് കപ്പല്ലേ, ജഗ്, പിന്നെ വലിയൊരു ബേസൻ, ചോറൊക്കെ കോരാനായിട്ടൊരു പാത്രം, അതിൻ്റെ തവി, കറികൾ കോരാനായിട്ട് കുഞ്ഞ് സ്പൂണ്, പിന്നെ മോര്, പുളിശ്ശേരി, രസം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കോരാനായിട്ട് തവി. ഇത്രയും തന്നു. ഇതെല്ലാം എണ്ണി പറക്കിയാണ് കൊണ്ടുപോകുന്നത്. തിരിച്ച് നമ്മളിതൊന്നും കളയാണ്ട് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക. ഉത്തരവാദിത്തത്തോടെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക. പിന്നെ ടേബിളിൽ വിരിക്കുന്ന സാധനം അത് സാധാരണ കൊടുക്കുന്നതല്ല, ഞാൻ കെഞ്ചി ചോദിച്ചത് കൊണ്ട് എടുത്തിട്ട് ബാക്കി കൊണ്ട് തന്നാൽ മതി എന്ന് പറയും. കാരണം നമുക്ക് നല്ല കൂട്ടാട്ടോ അവരുമായിട്ട്, സ്ഥിരം എടുക്കുന്നത് കൊണ്ട് അറിയാം. അപ്പോൾ ഫോണിൽ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലായില്ലെന്നാണ് പറഞ്ഞത്. കണ്ടപ്പോഴാണ് അയ്യോ നിങ്ങളായിരുന്നു എന്ന് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഞാനാണ് വിളിക്കാറ്, ഇതിപ്പോൾ അച്ഛനാണ് വിളിച്ച് ഓർഡർ ചെയ്തത്, അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എല്ലാം
ഒതുക്കി പറക്കിയൊക്കെ വയ്ക്കാൻ പോവുകയാണ്. വീടെത്തിയപ്പോൾ 10-10:30 മണിയായ കേട്ടോ. വീടിന് തൊട്ടടുത്താണ്, പക്ഷേ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് വന്നപ്പോഴേക്കും 10 മണിയൊക്കെ കഴിഞ്ഞു. അവർ 10:30-11 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നും പറഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ 10 മണിക്ക് മുന്നേ ഏട്ടൻ പറഞ്ഞ് പോയി എടുത്തിട്ട് വരാം, ഇതൊക്കെ സെറ്റ് ചെയ്യണ്ടേ, സെറ്റ് ചെയ്തൊക്കെ വെക്കണ്ടേ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ വിളമ്പുകാർ ഞങ്ങളൊക്കെ തന്നെയാണ്, ഞാനും ഏട്ടനും പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു മനോജുണ്ട്, മനോജേട്ടനും ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ നിന്നിട്ടാണ് ഇവിടെ എപ്പോഴും എന്താവശ്യം വന്നാലും ഞങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വിളമ്പുകാരെ വേണമെങ്കിൽ ഊട്ടുപുര പ്രൊവൈഡ് ചെയ്യും കേട്ടോ, പക്ഷേ അതിന് എക്സ്ട്രാ പൈസയൊക്കെ കൊടുക്കണം. അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ച് നമ്മുടെ വീട്ടിൽ ആവശ്യമില്ല, അതുകൊണ്ട് വിളമ്പുകാരൊന്നും വേണ്ട, നമ്മൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ സാധനങ്ങളും ശർക്കര വരട്ടി, ചിപ്സ്, നെയ്യ് ഉൾപ്പെടെ തരും കേട്ടോ. നെയ്യ് അതെല്ലായിടത്തും കൊടുക്കും, എങ്കിലും ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും നമ്മൾ സെപ്പറേറ്റ് ആക്കി. പിന്നെ പരിപ്പൊക്കെ കോരാൻ ചെറിയൊരു പാത്രവും കൂടി ആവശ്യമുണ്ടായിരുന്നു. ഇത്രയും വലിയ പാത്രത്തിൽ നമുക്ക് എടുത്ത് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് മൂടി ഇതേ പറക്കി വെച്ചിരിക്കുകയാണ്. ഇനി അവർ വന്നാൽ മതി, ഇരുന്നാൽ മതി, ഭക്ഷണം കഴിച്ചാൽ മതി. അങ്ങനെ നിന്നപ്പോഴേക്കും നമ്മൾ വിളിച്ച ഓരോരോ ഗസ്റ്റുകളായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ വാസന്തി അമ്മൂമ്മയാണ്, അമ്മയുടെ കുഞ്ഞമ്മയാണ് കേട്ടോ. അമ്മയുടെ സഹോദരിയാണ്. അപ്പോൾ അമ്മയുടെ അമ്മ മരിച്ചുപോയി. അവരിലുള്ളതിൽ അമ്മൂമ്മ മാത്രമാണ്, എൻ്റെ അമ്മയുടെ അമ്മ മാത്രമാണ് മരിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഒക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാവരും തമിഴ്നാട് അങ്ങോട്ടാട്ടോ. നമ്മളന്ന് പോയില്ലേ. ഈ വാസന്തി അമ്മൂമ്മ ഇവിടെ വട്ടിയൂർക്കാവിലാണ് താമസിക്കുന്നത്. പിന്നെ അമ്മയുടെ ഒരു മാമനുണ്ട്, അപ്പൂപ്പനും വരും കേട്ടോ. അമ്മയുടെ മാമനും മാമിയൊക്കെ ഉണ്ട്, അവരും വരും. അവരും ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ദീപ ചേച്ചിയും അമ്മയൊക്കെ വിളിച്ചു, പക്ഷേ അവരെന്തോ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നില്ല. ബാക്കി ഇവിടെയുള്ള കുറച്ച് നെയ്ബേഴ്സ്, വേദയുടെ കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ അവിടെ നിന്ന് മിനി ആൻറ്റിയെ മാത്രമേ വിളിച്ചുള്ളൂ കേട്ടോ, വേറെ ആരെയും വിളിച്ചില്ല. അമ്മയുടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ് മിനി ആൻറ്റി, അതുകൊണ്ട് ആൻറ്റിയെ വിളിച്ചു. എന്തായാലും ആൻറ്റി നല്ല കൂട്ടൊക്കെ കേട്ടോ, അപ്പോൾ ആൻറ്റിയെ കൂടെ വിളിച്ചു. ഇത്രയും പേരൊക്കെ തന്നെയാണ് നമ്മൾ വിളിച്ചത്, അധികം പേരൊന്നും വിളിച്ചിട്ടില്ല. അത്ര വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ ഒന്നും അല്ലല്ലോ, 5-ാം മാസം അറിയിക്കാൻ അവർ വരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത് വേണ്ടപ്പെട്ട അത്രയും അവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ അവർ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ടേബിളിലെല്ലാം ഇതെല്ലാം ഇട്ട് വിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ആരുടെയും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. 5 കൂട്ടം പലഹാരങ്ങളുമായിട്ട് അവരെത്തിയിട്ടുണ്ട്. എന്താണ്, മുറുക്ക്, നെയ്യപ്പം, അച്ചപ്പം, പക്കാവട, മുന്തിരിക്കൊത്ത്. അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. 4 പെട്ടികളിൽ 5 സാധനമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരെണ്ണത്തിൽ തന്നെ 2 സാധനം വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കൊണ്ടാണ് അവരെത്തിയിട്ടുള്ളത്. അവർ വന്ന ഉടനെ തന്നെ നമ്മൾ കുറച്ച് മറ്റേ ടാങ്ക് കലക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൊടുത്ത ശേഷം ഊണ് കഴിക്കാനായിട്ട് വിളിച്ചു. അങ്ങനെ എല്ലാവരും ഊണ് കഴിക്കാനൊക്കെ ഇരുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് അവരെല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. കറക്റ്റ് നമ്മളൊരു 15 സീറ്റ് സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റി. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിന് തന്നെ വന്നവർക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ അവരെയല്ലേ നോക്കേണ്ടത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് 2-3 പേര് കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് പിന്നെ 2ാമത്തെ സ്റ്റെപ്പിലിരുന്നു. നമ്മൾ മാക്സിമം എല്ലാവരും ഇരുത്താൻ ശ്രമിച്ചു, പക്ഷേ നമ്മുടെ സ്ഥലപരിമിതികൾ കൊണ്ട് ഉള്ളതുപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത കേട്ടോ. അങ്ങനെ എല്ലാ കറികളും സാധനങ്ങളൊക്കെ വിളമ്പി നല്ലൊരു ഊണ് എല്ലാവരും കഴിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ അമ്മയുടെ വേറൊരു മാമൻ, അതായത് വാസന്തി അമ്മൂമ്മയുടെ സഹോദരൻ, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ സഹോദരനായിട്ട് വരും. മാമനും മാമിയാണ്, അമ്മയുടെ മാമനും മാമിയാട്ടോ. എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയായിട്ട് വരും, കൊച്ചപ്പൂപ്പനും കൊച്ചമ്മൂമ്മയും കേട്ടോ. എനിക്ക് സത്യം പറയാം അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് വിളിക്കാൻ നാണക്കേടാണ്. കണ്ടാൽ പറയും എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയാണെന്ന്. അത്രയ്ക്കുള്ള ഏജൊന്നുമില്ല. അപ്പം അമ്മയുടെ മാമനും മാമി, ഓക്കെ, മനസ്സിലായല്ലോ, ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സന്തോഷം. നമുക്ക് ഒരാവശ്യം വരുമ്പോൾ എല്ലാവരും ഒക്കെ ഇങ്ങനെ വരുമ്പോഴല്ലേ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിലെ, അതായത് എൻ്റെ വീട്ടിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ചിലതാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ചീമയുടെ 5-ാം മാസം അറിയിക്കൽ, ഇനി ഒരു 7-ാം മാസം കുഞ്ഞിൻ്റെ നൂലുകെട്ട്, ഇതൊക്കെയാണ്. ഇതിനൊക്കെ എല്ലാവരും പങ്കെടുക്കുകയും വരികയും സഹകരിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. നമ്മുടെ കാര്യങ്ങളിൽ എല്ലാവരും നമ്മൾ വിളിക്കുന്നവരെല്ലാവരും പങ്കുചേരുമ്പോൾ അത് വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളോട് ഇങ്ങോട്ട് കാണിക്കും പോലെ നമ്മൾ തിരിച്ചും കാണിക്കും, അത് വേറെ കാര്യം. നമ്മുടെ കാര്യത്തിനെല്ലാം സഹകരിക്കുന്നവരോട് നമ്മളും തിരിച്ച് അതേ സഹകരണം കാണിക്കും, അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ശരിയെന്ന് പറയുന്നത്. വിളിക്കാനാണെങ്കിൽ റിലേറ്റീവ്സ് എല്ലാം ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ അല്ല, അത്രയും ഇതാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ടപ്പെട്ട കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ അവർക്കെല്ലാം ഭക്ഷണം എല്ലാം കഴിഞ്ഞ ശേഷം അവർ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ചീമയ്ക്കും സച്ചിനും കൂടിയുള്ള ഭക്ഷണം കൊടുത്തു വിടണം, അങ്ങനെ എന്തോ ഒരു ചടങ്ങുണ്ടെന്ന് തോന്നുന്നു. അവർക്കുള്ള ഭക്ഷണം കൊണ്ടുപോകണമെന്ന് പറയും. അങ്ങനെ അവർക്കുള്ള സദ്യ നമ്മൾ ഓരോന്നിലായിട്ട് എടുക്കുകയാണേ. ഇതിപ്പോൾ എനിക്കും ചടങ്ങുകളും കാര്യങ്ങളുമായിട്ടൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട്
അറിയത്തില്ല, ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അറിയത്തില്ല. അപ്പോൾ ചീമയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോഴാണ് കറക്റ്റ് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ ഓരോ നാട്ടിലെ ഓരോ രീതികളായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള സദ്യകളെല്ലാം ഓരോന്നിലായിട്ട് നമ്മളിങ്ങനെ മാറ്റി അവർക്ക് കൊടുക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കറികളില്ലേ, ഇത്രയും പാത്രങ്ങൾ നുള്ളി പറക്കണം കേട്ടോ. അമ്മ എന്തൊക്കെയോ സെറ്റപ്പ് പാത്രങ്ങളൊക്കെ അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അതെല്ലാം പറക്കിക്കൊണ്ടൊക്കെ വന്നു. എന്നിട്ടും കൊള്ളുന്നില്ല, കാരണം എല്ലാ കറികളും ഒക്കെ കൊടുത്തു വിടണ്ടേ. എന്നിട്ട് മാക്സിമം ഉള്ള കുപ്പിയും പാത്രങ്ങളും എല്ലാം അമ്മ വാരിക്കൊണ്ടുവന്ന് അതിലെല്ലാം നിറച്ചു. സത്യം പറഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഞാനൊക്കെയാണ് ആകെ തളർന്നു പോകുന്നത്. ഏട്ടനും നല്ല രീതിയിൽ നിന്നു. ഏട്ടനാണ് ഫുൾ, ഏട്ടനും മറ്റേ മനോജേട്ടനും, ഞാൻ പറയില്ല, അച്ഛൻ്റെ ഒരു ഫ്രണ്ട് മനോജേട്ടനും ഞാനും ഞങ്ങളെല്ലാവരും കൂടിയാണ് നിന്ന് വിളമ്പാനും എടുക്കാനും ഒക്കെ നിന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി എല്ലാവരും തളർന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കാലിന് അത്ര പറ്റാത്തത് കൊണ്ടാണ് അമ്മ ഇങ്ങോട്ടൊന്നും കണ്ടില്ലെങ്കിലും വന്ന് ഇടയ്ക്കിടയ്ക്ക് സഹായിക്കണം എന്ന് പറയും. അച്ഛനും അതേ വയ്യായികയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ വന്ന് വിളമ്പാൻ പറ്റാത്ത വയ്യായികയൊന്നുമില്ല, വന്ന് ഡയലോഗൊക്കെ അടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കും കേട്ടോ. പിന്നെ ഗസ്റ്റുകൾ വന്നിരിക്കുമ്പോൾ എല്ലാവരും കൂടി വിളമ്പാനൊന്നും പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ കാര്യം നോക്കും, അച്ഛനും അമ്മയും അവിടുത്തെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടല്ല അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എവിടെ ആയാലും പണി പാളുന്നത് എൻ്റെ ആട്ടോ. ഞാൻ പെട്ടെന്ന് അങ്ങ് ടയേർഡാവും. ഞാൻ ഇതിൻ്റെ പിറകെ നടക്കുക. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ ഗസ്റ്റുകളെ നല്ല രീതിയിൽ സൽക്കരിച്ച് സ്വീകരിച്ച് വിടുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വരുന്ന ഗസ്റ്റുകളെ നമ്മുടെ പറ്റുന്ന മാക്സിമം നമ്മൾ സന്തോഷിപ്പിക്കുക, അത്ര തന്നെ. അതെല്ലായിടത്തും എല്ലാവരും അങ്ങനെ തന്നെയാണ്. എങ്കിലും ഞാനൊന്നെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്, എനിക്കിങ്ങനെ വിളമ്പാനും എടുക്കാനും കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുക്ക് ചെയ്യാനും ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇതൊന്നും പറ്റത്തില്ല. ബിരിയാണിയൊക്കെ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് വിളമ്പാനും കൊടുക്കാനും ഒക്കെ. അപ്പോൾ ക്ഷീണം അറിയില്ല, പിന്നീടായിരിക്കും ക്ഷീണം അറിയുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാം നമ്മളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഭയങ്കര സ്മാർട്ടായിട്ട് ചാടി നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങ് ടയേർഡാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പിന്നെ എഴുന്നേൽക്കാൻ പറ്റില്ല കേട്ടോ. അത് ഒരാഴ്ച മുന്നേ തുടങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ ഒരു ഇത് മെയിൻലി വേദയുടെ ബർത്ത്ഡേ തന്നെയാണ് നമ്മുടെ വീട്ടിൽ കൂടുതലും ഫങ്ഷനായിട്ട് വരുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. എല്ലാവരും കൂടെയൊക്കെ കൂടിച്ചേർന്നിട്ടുള്ളത് കേട്ടോ. അതും ഇപ്പോഴും തന്നെയാണ്, അത്രയും ഒരു കൂടിച്ചേരൽ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ വന്ന ശേഷം തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല, അടുത്തുള്ള കുട്ടികളും ഒക്കെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ വന്ന ശേഷമാണ് എല്ലാവരും കൂടെയൊക്കെ ആയിട്ടുള്ളൊരു കൂടിച്ചേരലും കാര്യങ്ങളൊക്കെ ഉള്ളത്. എങ്കിലും നമ്മൾ വരുന്നവരെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സന്തോഷിപ്പിച്ച് വിടാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഒക്കെ വിളമ്പി എടുത്തു. അച്ചാറുകൾ ഉൾപ്പെടെ, അച്ചാറുകൾക്ക് തന്നെ എത്ര ടിന്ന് വേണമെന്ന് നോക്കിക്കേ. എന്താണ്, ഇഞ്ചിയുണ്ട്, നാരങ്ങയുണ്ട്, മാങ്ങയുണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്, പിന്നെ എത്ര കൂട്ടം കറികളാണ്. അയ്യോ, എല്ലാം കൂടി ആയപ്പോൾ പിന്നെ പാത്രം ഇല്ലാണ്ടായി കേട്ടോ. പിന്നെ കപ്പിലും ഇതിലൊക്കെ എടുത്ത് ഇലയൊക്കെ വാട്ടി അതിലൊക്കെ എടുത്ത് റബ്ബർ ബാൻഡൊക്കെ ഇട്ടാണ് കൊടുത്തത്. എത്രയെന്നും പറഞ്ഞ് നമ്മൾ പാത്രം നുള്ളിപ്പറക്കും. അത് ഇപ്പോൾ ഒരു അച്ചാർ കൊണ്ടുപോകാൻ വലിയൊരു കുപ്പി എടുക്കാൻ പറ്റില്ലല്ലോ, ഒരു കുഞ്ഞു പാത്രമല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുഞ്ഞു പാത്രമൊന്നും നോക്കിയിട്ട് കണ്ടില്ല. അങ്ങനെയാണ് പിന്നെ കപ്പിലൊക്കെ എടുത്ത് ഇതാക്കാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ അപ്പൂപ്പൻ വന്നിട്ട്, എനിക്ക് അപ്പൂപ്പനെന്ന് വിളിക്കാൻ സത്യം പറഞ്ഞാൽ നാണക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അമ്മയുടെ മാമൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ സെറ്റാക്കി തരുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒരു ബിഗ് ഷോപ്പറിലാക്കി കൊടുത്ത് വിടുകയാണ്. ചീമ പറഞ്ഞത് ശരിക്കും കുറച്ച് ദിവസം മുന്നേ, നിങ്ങൾ കൊടുത്തൊന്നും വിടണ്ട, അമ്മ പറഞ്ഞ് നിങ്ങൾക്കുള്ളത് സദ്യ കൊടുത്ത് വിടാവേ എന്നിങ്ങനെ വെറുതെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ് ഞങ്ങൾ ബിരിയാണി പോയി കഴിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തോ ചടങ്ങ് പോലെ എങ്ങാണ്ട് ഉണ്ട് കേട്ടോ ഇങ്ങനെ കൊടുത്ത് വിടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കൊടുത്തു വിട്ടത്. അപ്പോൾ അവരുടെ ബിരിയാണി ക്യാൻസലായി, ഊണ് തന്നെ കഴിക്കേണ്ടി വരും. എല്ലാ സാധനവും കൊടുത്തു വിട്ടു, എല്ലാ സാധനവും. അവസാനം പരിപ്പ് കൊടുക്കാൻ മറന്നു, പിന്നെ പരിപ്പും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തു വിട്ടു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചടങ്ങുകളുണ്ടോ എന്നുള്ളത് പറയാം. അവിടെ എന്താ ചടങ്ങായിരുന്നെന്ന് ചോദിച്ചാൽ അവർ രണ്ടുപേരെയും കൂടി ഇരുത്തിയിട്ട് എല്ലാവരും പലഹാരങ്ങൾ, 5 കൂട്ടം പലഹാരങ്ങൾ, വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ട് 5 കൂട്ടം പലഹാരങ്ങൾ അവരുടെ വായിൽ വെച്ച്, രണ്ടുപേരുടെയും വായിൽ വെച്ച് കൊടുത്തിട്ട് ആണ് നമുക്കിവിടെ ഓരോ സെറ്റ് പലഹാരങ്ങളായിട്ട് വന്നത്. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും. ഇനി നമുക്കുള്ളത് 7-ാം മാസം ചടങ്ങാണ്. അതിന് നമ്മളങ്ങോട്ട് പോകും, 7 കൂട്ടം പലഹാരങ്ങളും കൊണ്ട് നമ്മളങ്ങോട്ട് പോയിട്ട് ചീമയും വിളിച്ചിട്ട് വരും. പിന്നെ ചീമ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുഞ്ഞുവാവയും കൊണ്ട്, കുഞ്ഞുവാവയുടെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അതാണ് ഇനി അടുത്ത ചടങ്ങ്. അത് കഴിഞ്ഞ് നൂലുകെട്ട് ചടങ്ങ്, അങ്ങനെ ചടങ്ങുകളാണ്. ഒരു മേളം തന്നെയല്ലേ. എൻ്റെ ഡയറ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയണ്ടേ? ഡയറ്റെല്ലാം പോയി സുഹൃത്തുക്കളെ. ഇന്നത്തെ ദിവസം പോയെന്ന് പറഞ്ഞാൽ പോയി. ഞാൻ രാവിലെ ചെറുപയർ ദോശ ചുട്ട് കഴിക്കാൻ നോക്കിയപ്പോൾ ഇവിടെ ഊട്ടുപുരയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ ഞാൻ കരുതി ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിക്കാമെന്ന് കരുതി
ലഞ്ചായിട്ട് കഴിക്കാൻ നിന്നിട്ടൊരു കഴിപ്പം കൂടെ കഴിച്ച് കുട്ടികളെ അയ്യോ എൻ്റെ ഡയറ്റൊക്കെ പോയി, ഇതാണ് പ്രശ്നം. വീട്ടിലെ ഓരോ ഫംഗ്ഷനും ഇതുപോലുള്ള യാത്രയൊക്കെ വരുമ്പോൾ ഡയറ്റും പോവും, എല്ലാം പോവും. പാവ കുട്ടി എനിക്ക് വേണ്ടി ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, അത് കഴിക്കൂ ഇത് കഴിക്കൂ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യം, അതെ ഇതാണ് 5ാം മാസത്തിലെ പലഹാരങ്ങൾ. പക്കാവട, മുന്തിരിക്കൊത്ത്, പിന്നെ ബാക്കി മുറുക്കം നെയ്യപ്പമൊക്കെ ഒരു ഡസൻ കണക്കിന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അച്ചപ്പം, നെയ്യപ്പം, മുറുക്ക് പിന്നെന്താ ഇത്രയാണ് എല്ലാം ചായ അല്ലേ? ഇല്ലല്ലോ, ഒന്നുകൂടെ ഉണ്ടല്ലോ. പക്കാവട പറഞ്ഞു, മോദകം പറഞ്ഞു, മുന്തിരിക്കൊത്ത് പറഞ്ഞു, നെയ്യപ്പം പറഞ്ഞു, അച്ചപ്പം പറഞ്ഞു, മുറുക്ക് എല്ലാം ആയല്ലോ. സോറി, എല്ലാം ആയ കേട്ടോ. പണ്ട് ഇങ്ങനെ എന്തോ പറയുമെന്ന് പറഞ്ഞ് കേട്ടോ. ഇങ്ങനെ പലഹാരം ഉണ്ടാക്കുമ്പോഴാണ് ആ പലഹാരം വരുന്ന ഷേപ്പ് അനുസരിച്ചാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ ചിലർ പ്രെഡിക്റ്റ് ചെയ്ത് പറയാറുണ്ട്. അത് സത്യമാവാറുണ്ട്. പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് സത്യമാവാറുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ റെഡിമെയ്ഡായിട്ട് കൊടുക്കുന്നതല്ലേ, അപ്പോൾ അവർ നോക്കിയിട്ട് പറയുമോ കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട് വീട്ടിലിരുത്തിയാണ് ഇങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി 5ാം മാസം അറിയിക്കാനും 7ാം മാസം അറിയിക്കാനൊക്കെ കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് എവിടെയെങ്കിലും വീട്ടിലിരുത്തി ചെയ്യുന്നവരുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇത് 7ാം മാസം അറിയിക്കാൻ പോകുമ്പോൾ നമുക്ക് വീട്ടിലിരുത്തി ചെയ്യിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെങ്ങും അങ്ങനെ 5ാം മാസം ഒന്നും മുറുക്കൊന്നും വീട്ടിൽ വന്നുണ്ടാക്കുന്നവരാരും ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ, എൻ്റെ ഒരു നിഗമനം. എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കുറേ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം പാക്ക് ചെയ്യാനാണ് ഇന്നലെ ഞാൻ ആ ഒരു സിപ്പ് കവർ വാങ്ങിയത്. അതെല്ലാം കൂടി എത്ര വീടുണ്ടെന്ന് നോക്കിയിട്ട് ആ വീടിൽ കണക്കാക്കി കവറിൽ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യും കേട്ടോ. 5 കൂട്ടം പലഹാരങ്ങളെല്ലാം പാക്കറ്റിൽ നമുക്ക് ഉള്ളതനുസരിച്ച് നമ്മുടെ ഇഷ്ടാനുസരണം എണ്ണം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈക്വലായിട്ട് എല്ലാ കവറിലും പാക്ക് ചെയ്തു. കാരണം ഒരുമിച്ച് അങ്ങ് പാക്ക് ചെയ്തു പോകുന്നവർക്ക് അതനുസരിച്ച് കൊടുക്കാൻ രീതി, വരുന്നവർക്ക് എന്താണ് റിട്ടേൺ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ മുറുക്ക് കണ്ടോ, 5 വളയുള്ള മുറുക്കാട്ടോ. 5ാം മാസം 5 വളയുള്ള മുറുക്കും 7ാം മാസം 7 വളയം മീൻസ് ഇങ്ങനെ ചുറ്റുള്ള മുറുക്കുമാണ് കൊടുക്കുന്നതെന്ന് ചീമ പറയുന്നത് കേട്ടോ. അത് ഞാൻ എപ്പോഴാട്ടോ അറിയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ കാര്യങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചീമയുടെ കാര്യങ്ങൾ വരുമ്പോഴാണ് എല്ലാം, കല്യാണമായാലും ഇതായാലും എല്ലാം, അത് നമുക്കൊത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അത് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ചെയ്യാനും ശ്രമിക്കും കേട്ടോ. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്, മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഞാനത് പറയുമ്പോൾ നമുക്ക് അതങ്ങ് വന്നു പോകുന്നതാണ്, ഒരു സന്തോഷം കൊണ്ടങ്ങ് വന്നു പോകുന്നതാട്ടോ. മുന്തിരിക്കൊത്തുമൊക്കെ വയ്ക്കുകയാണ്. എൻ്റെ വീടിൻ്റെ അവിടുത്തെ കുറച്ച് നെയ്ബേഴ്സിനൊക്കെ കൊടുക്കണം, ഇവിടെ കുറച്ച് നെയ്ബേഴ്സിന് കൊടുക്കണം, വരുന്നവർക്കെല്ലാം കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇതുവഴി പോകുമ്പോൾ അവരുടെ വീട് പോലും മേ ബി അമ്മയ്ക്ക് അറിയില്ലായിരിക്കും. പോകുന്നവരൊക്കെ വിളിച്ച് അമ്മ കാര്യം പറയും, സംസാരിക്കാം. അപ്പം അങ്ങനെ ഒരു രീതിയാട്ടോ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എവിടെ നോക്കിയാലും അമ്മയ്ക്ക് പരിചയക്കാരേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ കുറേ പാക്കറ്റുകൾ ഇതുപോലെ പാക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ സിപ്പ് കവറെല്ലാം വാങ്ങിയത്. പാക്ക് ചെയ്തൊക്കെ എടുത്തപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വന്നു. അടുത്ത വേദികയുടെ ഫ്രണ്ട് വേദികയുടെ ഫാമിലി വന്നോട്ടെ. വേദികയും അമ്മയും വേദികയുടെ അച്ഛനും കൂടിയൊക്കെ വന്നു. അപ്പം അവർ 11:30-12 മണി ഒക്കെ ആയപ്പോഴേ കഴിച്ചിട്ട് ചീമയുടെ വീട്ടിൽ, സച്ചിൻ്റെ വീട്ടിലെല്ലാവരും പോയി. പിന്നെ ബാക്കി എല്ലാവരും കഴിക്കാൻ വിളിച്ചപ്പോൾ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു 12:30 മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാവരും കൂടി കഴിക്കാനായിട്ട് അടുത്ത സ്റ്റെപ്പ് ഇരുന്നത് കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ എല്ലാവരും കൂടി ഇരിക്കാൻ പറ്റി. നമ്മളെല്ലാവരും കൂടി നമ്മളല്ല, ബാക്കി വന്ന ഗസ്റ്റുകളെല്ലാവരും കൂടി ഇരുന്നപ്പോഴേക്കും കറക്റ്റ് ഇതായി. ഇനി കഴിക്കാനായിട്ട് ബാക്കി നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാൻ, അമ്മ, അച്ഛൻ, ഏട്ടൻ, പിന്നെ മറ്റേ മനോജേട്ടൻ. ഇതാ മനോജേട്ടൻ്റെ വൈഫാട്ടോ. എന്നാൽ നമ്മൾ കണ്ടില്ലേ സാബല്യം കോംപ്ലക്സിൽ വെച്ച് കണ്ടില്ലേ, ആ ചേട്ടനും ചേച്ചിയാണ് അച്ഛൻ്റെ അടുത്ത സുഹൃത്താട്ടോ. അപ്പോൾ ചേട്ടനും നമ്മളും അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കൂടി ഇരുന്നു. സദ്യ ആയതുകൊണ്ട് കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല, കഴിച്ചില്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാവരും കഴിക്കുകയാണ്. ഞാൻ എൻ്റെ ക്യാമറയും കൊണ്ട് നടക്കുമ്പോൾ
എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞ് മാന്യന്മാരും മാന്യകളുമായിട്ടിരിക്കുകയാണ്. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി അവർ വിശാലത്തോടെ കഴിക്കട്ടെ, ഞാൻ വീഡിയോ എടുത്ത് അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കണ്ടെന്ന് കരുതി ജസ്റ്റ് ഒന്ന് വീഡിയോയിലൊപ്പിയിട്ട് ഞാനിങ്ങനെ അകത്ത് വന്നു കേട്ടോ. മിനി ആൻറ്റിയുടെ അടുത്തിരിക്കുന്നതാണ് നമ്മുടെ മനോജ് ചേട്ടൻ്റെ വൈഫ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ ക്ലിയറായിട്ട് ഫേസ് കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് സമയം കാര്യമെല്ലാം പറഞ്ഞിരുന്നിട്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അവർക്ക് പോകുന്നവർക്കെല്ലാം നമ്മളിങ്ങനെ പൊതിഞ്ഞും മറ്റു സാധനങ്ങളെല്ലാം കൂടി കൊടുത്തു വിടുകയാണ്. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും പോകാനായിട്ട് ഇറങ്ങി. സത്യം വീണ്ടും എനിക്ക് നാണക്കേട് വരുന്നു അപ്പൂപ്പനും അമ്മൂമ്മയെന്ന് പറയാനായിട്ട്. അവർ പോകാനിറങ്ങി, പിന്നെ വേദികയൊക്കെ ഇറങ്ങി, പിന്നെ അമ്മൂമ്മ, വസന്തി അമ്മൂമ്മ എല്ലാവരും ഒക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും പോവുകയാണ്. ഇനി നമുക്ക് 7-ാം മാസം ചടങ്ങിന് എല്ലാവരുമായിട്ട് കാണാം അല്ലേ. വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ എന്ത് സന്തോഷമല്ലേ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അയ്യോ, ചീമയുടെ കല്യാണത്തിനൊക്കെ നമുക്ക് എന്തോരം വീഡിയോസ് എടുക്കാമായിരുന്നല്ലേ. പക്ഷെ എന്താ, നമുക്ക് അന്ന് ഞാൻ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ഉണ്ട്. പക്ഷെ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഇത്ര ഇതൊന്നും ആയിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കാര്യമായിട്ടൊന്നും വീഡിയോസ് എടുത്തില്ല. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വീഡിയോസ് ഇട്ട് പൊളിച്ചാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ വേദികയും ഫാമിലിയും ഇറങ്ങി. വേദികയുടെ ചേച്ചിക്ക് ക്ലാസ് ഉണ്ട്, വന്നില്ല ഋതിക. വേദികയും ചേച്ചിയും ചേട്ടനും കൂടി ഇറങ്ങാണ്. വേദികയുടെ അച്ഛൻ നാളെ തിരിച്ച് റിട്ടേൺ പോവാണ്. ചേട്ടൻ ദുബായിൽ എവിടെയാണ് കേട്ടോ, UAE എവിടെയോ ആണ്, എനിക്ക് എവിടെയാണെന്ന് അറിയില്ല. വർക്ക് ചെയ്യുകയാണ്, പുറത്താണ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നാളെ പോവുകയാണ്. അപ്പോൾ ഞാൻ പറയാമായിരുന്നു, സദ്യ തന്നിട്ടുണ്ട് പോകുന്നതിന് മുന്നേ, അങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതേ മിനി ആൻറ്റിയും തേനും കണ്ണനും അവരും പോവുക കേട്ടോ. അവരും പോയി. അത് കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തരായിട്ട് പതിയെ പോയി. ഇനി വരാനായിട്ട് ആരുമില്ല. ഇനി വരാനായിട്ട് വേദയുടെ ഫ്രണ്ട് അഥർവ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കെന്തോ കുറച്ച് തിരക്കാണ്, കുറച്ച് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വിളമ്പാനല്ല, കഴിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ഇവിടുത്തെ പാത്രങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴുകി പറക്കി എടുക്കുക കേട്ടോ. ഈ പാത്രങ്ങളെല്ലാം തിരിച്ച് ഊട്ടുപുരയിൽ കൊടുക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം മാറ്റി ഒന്ന് കഴുകി എടുത്തിട്ടാണ് തിരിച്ച് ഊട്ടുപുരയിൽ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ സാധനങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഏട്ടൻ അങ്ങ് വീട്ടിൽ പോവും. വീട്ടിൽ പോയി ഒരു ഉച്ച സമയമാണ് കേട്ടോ. അവിടെ പോയി കിടന്നൊരു ഉറക്കമായിരിക്കും ഇനി പരിപാടി. ഇവിടെ കിടന്ന ഏട്ടന് ഉറക്കമൊന്നും വരത്തില്ല. അപ്പോൾ ഇതെല്ലാം പാത്രങ്ങളെല്ലാം തിരിച്ച് ഊട്ടുപുരയിൽ കൊണ്ടുപോയി ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കിയ ശേഷം ഏട്ടൻ പോവാം. മറ്റേ മനോജ് ചേട്ടനും പോകും കേട്ടോ. മനോജ് ചേട്ടനും ചേച്ചി എല്ലാവരും കൂടിയൊക്കെ നിന്നിട്ടാട്ടോ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും കൂടി നിന്ന് പാത്രങ്ങളെല്ലാം മാറ്റി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അവർക്കങ്ങ് കൊടുത്തു വിടുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതിന് മുന്നേ ഇതെല്ലാം ഒതുക്കി പറക്കി മാറ്റി വെച്ചാൽ ജോലി അത്രയ്ക്ക് എളുപ്പമാവും. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരാൾ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും കൂടി നിന്ന് സഹായിച്ച് പാത്രങ്ങളൊക്കെ കഴുകി അങ്ങ് കൊണ്ടു കൊടുക്കുകയാണ്. എല്ലാവരും കൂടി നിന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ, നല്ല രസമല്ലേ. അതിപ്പോൾ ആളെണ്ണം കൂടുതലായിക്കോട്ടെ ആളെണ്ണം കുറച്ചായിക്കോട്ടെ എല്ലാവരും കൂടി നിന്നൊരു ജോലി ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. അച്ഛൻ ദേ പട്ടിക്ക് കുറച്ച് ചോറൊക്കെ കൊടുത്തു. അത് വന്ന് കാക്ക കൊത്തിപ്പറക്കി തിന്നുക കേട്ടോ. നമുക്കിവിടെ ഒരു ശരവണൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശരവണൻ ഇപ്പോൾ നാട് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ നെട്ടയം ജംഗ്ഷനിലാണ്. ഇപ്പോൾ ജംഗ്ഷനിലാണ്, നെട്ടയം ആ റോഡ് സൈഡിലാണ് ഇപ്പോൾ ശരവണൻ്റെ താവളം എന്ന് പറയുന്നത്. ശരവണൻ്റെ പേരൊക്കെ മാറ്റി ബിൻസിയാക്കി. ശരവണൻ ഗേളായതുകൊണ്ട് അവിടെയുള്ള ഒരു ബിൻസിന്നാക്കി. അവിടെ ഉള്ളവരുടെ ഒരു പെറ്റാണ് നമ്മുടെ ശരവണൻ എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങോട്ടൊന്നും അദ്ദേഹം വരത്തില്ല കേട്ടോ. അപ്പോൾ അച്ഛനിങ്ങനെ പട്ടിയും പൂച്ചയോട് അത്ര അതില്ല, പട്ടിയൊക്കെ കാണുമ്പോൾ തീറ്റി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ പട്ടി തിന്നില്ല കേട്ടോ, അതിന് ചിക്കനൊന്നും ഇല്ലാത്തത് കൊണ്ടാവും അത് തിന്നില്ല. എന്നിട്ട് ദേ അവർ സാധനമൊക്കെ കൊണ്ടുപോയി. മനോജ് ചേട്ടനും ആ ചേട്ടൻ്റെ വൈഫും ഒക്കെ ഇറങ്ങി. അപ്പോൾ മനോജ് ചേട്ടനൊക്കെ ചീമയ്ക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വന്നത്. കുറേ ഡ്രൈ ഫ്രൂട്ട്സും കാഷ്യൂസും ബദാം നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഇത് ആ മനോജ് ചേട്ടൻ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ചീമയ്ക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചൊക്കെയാണ്. ചീമ വരുമ്പോൾ കൊടുക്കണേന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ചീമ വരുമ്പോഴേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ചീമയ്ക്ക് എന്തോരം സാധനങ്ങളാണ് അതുപോലെ കിട്ടുന്നത്, നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും. ഇന്നാളെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നെയ്ബറായിട്ടൊരു അമ്മൂമ്മ, അയ്യോ അമ്മൂമ്മയെ ഞാൻ വീഡിയോയിൽ എടുത്തില്ല എന്ന് തോന്നുന്നു, ആ അമ്മൂമ്മ വന്നപ്പോഴും ചീമയ്ക്ക് ഇതുപോലെ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. എത്ര പേരല്ല ഇങ്ങനെ കൊണ്ടുവരാനും എടുക്കാനും ഒക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ.
ഇന്നാൾ കണ്ടില്ലായിരുന്നോ വേദികയുടെ ഫാമിലി ചീമയെ കാണാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അവരും കൈ നിറയെ സാധനങ്ങളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മുടെ ബന്ധുക്കൾ പോലും ചിലപ്പോൾ ചെയ്യാൻ മറക്കുന്ന കാര്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അയൽവക്കക്കാരൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി കഴിക്കാനായിട്ടിരുന്നു. വാസന്തി അമ്മൂമ്മയും മനോജേട്ടൻ്റെ വൈഫും കൂടി കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് വിളമ്പി തന്നത്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. എന്നിട്ട് അവർ പോയി. അത് കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ അതർവയും അതർവയുടെ അമ്മയും അച്ഛനും വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ വീഡിയോ എടുത്തോട്ടെ, സമ്മതമാണോ? ചേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ എടുത്താലും എടുത്തില്ലെങ്കിലും എന്താണ് കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തോളാനുള്ള ഒരു പറഞ്ഞു എന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ചേട്ടൻ്റെ വീഡിയോയും കൂടി എടുത്ത കേട്ടോ. അതർവയുടെ മാമൻ BJP സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷന് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അതർവയുടെ അച്ഛനും അമ്മയൊക്കെ. അതുകൊണ്ട് തന്നെ വരാൻ കുറച്ച് ലേറ്റായത്. എന്നിട്ട് അതർവ ഇവിടെ നിന്നു കേട്ടോ. കുറച്ച് സമയം നിന്നിട്ട് ഞാൻ പോയപ്പോഴാണ് അതർവയെ തിരിച്ച് അതർവയുടെ വീട്ടിലാക്കി കൊടുത്തത്. ഇത് നമ്മുടെ ഒരു ചേച്ചി തന്നെയാണ്, പുഷ്പ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരുന്നതാണ്. ചേച്ചി ഉച്ചയ്ക്ക് ശേഷം കേട്ടോ വന്നത്. പക്ഷേ പാവം ചേച്ചി വന്ന ശേഷം ഒരുപാട് സഹായിച്ചു. വിളമ്പാനും എടുക്കാനും ഒക്കെ പിന്നീട് ഹെൽപ്പ് ചെയ്ത കേട്ടോ. ഏട്ടനൊക്കെ പിന്നെ ഈ ഊട്ടുപുരയിൽ പാത്രവും ടേബിളും ഒക്കെ കൊടുത്ത ശേഷം, ടേബിൾ വന്നെടുത്തു, പാത്രമൊക്കെ കൊടുത്ത ശേഷം ഏട്ടൻ അങ്ങ് പോയി. പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ വന്നപ്പോൾ പുഷ്പ ചേച്ചി ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആൻറ്റി എന്ന് വിളിക്കും, ചിലപ്പോൾ ചേച്ചി എന്ന് വിളിക്കും, അത് വേറെ കാര്യം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് നിന്ന് വിളമ്പി കൊടുത്തത്. അപ്പോൾ അവർ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അതർവ ഇവിടെ ആക്കിയിട്ട് അതർവയുടെ അച്ഛനും അമ്മയും കൂടി പോവുകയാണ്. അയ്യോ, അമ്മയുടെ മോളുടെ സ്നേഹം നോക്കിക്കേ, ചുമ്മാ കേട്ടോ. എല്ലാ മക്കളുമാരും അമ്മമാരോട് ഇങ്ങനെ തന്നെയാണല്ലേ. വേദയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും വീട്ടിൽ ഒരു 5 മിനിറ്റ് നേരം നിൽക്കുന്നു എന്ന് കണ്ടാൽ ഭയങ്കര സന്തോഷം കേട്ടോ. രാവിലെ തേനും ഒക്കെ ഉണ്ടായിരുന്നു, തേനൂൻ്റെ കൂടെയൊക്കെ ആയിരുന്നു കളി. തേനും ഒക്കെ പോയപ്പോൾ വേദികയും വന്നിട്ട് അപ്പം തന്നെ പോയി. അപ്പോഴും മുതൽ മെസ്സേജ് ഇടുക, അതർവ വരൂല ആൻറ്റി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതർവ വന്നപ്പോൾ സന്തോഷം, അതർവ ഇവിടെ നിൽക്കണു, നമുക്ക് പോകുമ്പോൾ തിരിച്ചാക്കി കൊടുക്കാന്ന് പറയുമ്പോൾ വേദയ്ക്ക് ഇതുപോലൊരു സന്തോഷം വേറെ ഒന്നുമില്ല. എന്നിട്ട് അവർ പോയിട്ട് ചായ കുടിക്കാനുള്ള സമയമായി. സത്യം പറഞ്ഞാൽ ചായ കുടിക്കാനുള്ള സ്ഥലം വയറിനുണ്ടായിരുന്നില്ല. എങ്കിലും ചീമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുറുക്കൊക്കെ ഇരിക്കുകയില്ലേ, മുറുക്കിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ. മുറുക്കും ചായയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ മുറുക്കും ചായയും കൂടെ കഴിക്കുകയാണ്. എല്ലാത്തിനും ടേസ്റ്റ് നോക്കി. ഞാൻ മുന്തിരിക്കൊത്ത് മാത്രം കഴിച്ചില്ല, എല്ലാം കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. പക്ഷെ എല്ലാം എണ്ണമയം. എല്ലാത്തിലും നെയ്യപ്പത്തിലൊക്കെ ഭയങ്കര എണ്ണ കേട്ടോ. ഞാൻ ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ എണ്ണ കണ്ടപ്പോൾ ഒരു ഇത് കേട്ടോ. എങ്കിലും ഞാൻ കഴിച്ചു. നമ്മുടെ ചീമയുടെ കാര്യത്തിന് കൊണ്ടുവന്ന സാധനമല്ലേ, കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കഴിച്ചു, എല്ലാം കഴിച്ചു. മുന്തിരിക്കൊത്ത് ഞാൻ കഴിച്ചില്ല കേട്ടോ. എനിക്ക് പൊതുവേ സാധനം ഇഷ്ടമല്ല. ജസ്റ്റ് ഒന്ന് ഒരു കടിച്ച് അത്ര ടേസ്റ്റ് നോക്കി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞതേ അമ്മ തളർന്ന് ക്ഷീണിതയായി അവശതയിൽ കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഒരു 7 മണിയായപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. നാളെ വേദയ്ക്ക് ക്ലാസ് ഉള്ളതുകൊണ്ടാണ് പോയത് കേട്ടോ, അല്ലെങ്കിൽ പോകത്തില്ലായിരുന്നു. ഇന്നും വേദ ഡാൻസ് ക്ലാസ്സിന് പോയില്ല. ഇതിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് താമസിച്ചു. അങ്ങനെ 7 മണിയൊക്കെ ആയപ്പോൾ അതർവയുടെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ നേരെ തിരുമല വീട്ടിൽ പോയിട്ടോ. വീട്ടിൽ പോയി വേദയ്ക്ക് സ്കൂളുള്ളതുകൊണ്ടാണ് വീട്ടിൽ പോയത്, അല്ലെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്താനേ. അങ്ങനെ ഇന്നത്തെ ചീമയുടെ 5-ാം മാസം വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു 5-ാം മാസം വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ 5-ാം മാസം ചെയ്യുന്ന ചടങ്ങിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. ഓരോ സ്ഥലത്തും ഓരോ രീതികളായിരിക്കും. പിന്നെ എന്തോ ഈ ഗർഭിണികൾക്ക് നെയ്യ് അഭിഷേകം, നെയ്യ് കൊടുത്തെന്തോ ഒരു പൂജ, നെയ്പൂജ അങ്ങനെ എന്തോ ഉണ്ടല്ലോ. ഈ നെയ്യ് അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ചിട്ട് അത് സേവിക്കുന്ന ഒരു പൂജയൊക്കെ ഉണ്ടല്ലോ. അതൊന്നും ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് വേറെ ഏതോ സ്ഥലത്തുള്ളതാണ്. അത് ഏത് സ്ഥലമാണ്, അതെന്താണെന്നുള്ളത് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതികളും ഓരോ ഇതുമാണ്. ഇപ്പോൾ ഈ വളക്കാപ്പെല്ലാം തമിഴ്നാട്ടിലുള്ള ചടങ്ങുകളാണ്. അതെല്ലാം നമ്മുടെ കേരളത്തിലും ഇപ്പോൾ സജീവമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ.